Hello everyone, welcome to Learning Mode. നമ്മൾ ഇന്ന് ക്ലോക്സ് ആൻഡ് കാലണ്ടേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് മുന്നേ നിർബന്ധമായിട്ടും ഇതിന്റെ തിയറി പോർഷൻ കേട്ടിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്നാല് എസ്പെഷ്യലി ക്ലോക്കിന്റെ കാലണ്ടറിന്റെ പിന്നെ ഈസിയാണ്, ക്ലോക്കിന്റെ ഒക്കെ ടോപ്പിക്സിലുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, an accurate clock shows 8 o'clock in the morning. Though through how many degrees will the hour hand rotate when the clock shows 2 o'clock in the afternoon? അപ്പോൾ 8 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 hours. 6 hours ഓരോ അവറിലും 30 ഡിഗ്രി വരികയാണെങ്കിൽ 30 into 6 is equal to 180 ഡിഗ്രി എന്നായിരിക്കും ആൻസർ വരുന്നത്. ആൻസർ is option D, 180 ഡിഗ്രി. ഇനി reflex angle between hands of a clock at 10:25 is റിഫ്ലക്സ് ആംഗിൾ. അപ്പൊ എന്താണ് ആംഗിൾ വരുന്നത്? അതിന്റെ മറ്റേ 360 മൈനസ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോർമൽ ഫോർമുല ഉപയോഗിച്ചിട്ട് തീറ്റ is equal to modulus of 30h minus 11/2m 30 into 10 minus 11/2 into 25 ചെയ്ത് കഴിഞ്ഞാൽ 162.5 കിട്ടും. അതിന് 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 197.5 ഡിഗ്രിന്ന് കിട്ടും. അതാണ് ആൻസർ. അതാണ് നമ്മൾ അതിനെ മറ്റൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ആംഗിൾ റേസ് ബൈ അവർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360/12 into 125/12 312.5. ആംഗിൾ റേസ് ബൈ മിനിറ്റ് ആൻഡ് 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360/60 into 25 is equal to 150. 360 minus 312.5 minus 150 is equal to 197.5 degree. A clock is started at noon. By 10 minutes past 5, the hour hand has turned through. അപ്പോൾ 10 minutes past 5. അപ്പോൾ 5 10/60. അപ്പോൾ എന്താ വരിക? 5 1/6. അതായത് 31/6 hours ആണ് വരിക. അപ്പൊ 30 into 31/6 is equal to 155 degree എന്ന് വരും. A watch which gains 5 seconds in 3 minutes was set right at 7 a.m. in the afternoon at the same day. When the watch indicated 4:15 o'clock, what was the true time? അപ്പോൾ ടൈം 7 a.m. to 4:15 ആവണം. അപ്പൊ 9 hours 15 minutes വരുന്നുണ്ട്. അപ്പൊ 9 1/4, അതായത് 36 plus 1 37/4 hours വരുന്നുണ്ട്. 3 minutes 5 seconds of this clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 minutes of the correct clock ആണ്. അപ്പൊ 37/720 hours of the clock എന്ന് പറഞ്ഞാൽ 120 hours of the correct clock ആണ്. 37/4 hours of this clock എന്ന് പറഞ്ഞാൽ 1/20 into 720/37 into 37/4 hours of the correct clock ആണ്. 9 hours of the correct clock ആണ്. Correct time is 9 hours after 7 a.m. that is 4 p.m. How much does a watch lose per day if its hands coincide every 64 minutes? അപ്പൊ 55 മിനിറ്റ് സ്പേസ് കവർ ചെയ്യുന്നത് 60 മിനിറ്റ്സിലാണ്. 60 മിനിറ്റ്സിലാണ് 55 മിനിറ്റ്സ് ഗെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ 60 മിനിറ്റ് സ്പേസ് കവർ ചെയ്യുന്നത് 60/55 into 60 is equal to 65 5/11 മിനിറ്റിലാണ്. അപ്പൊ ലോസ് ഇൻ 64 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 5/11 minus 64 equal to 16/11 മിനിറ്റ് ആണ്. അപ്പൊ ലോസ് ഇൻ 24 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/11 into 1/64 into 24 into 60 equal to 32 8/11 minute ആണ്. Angle between minute hand and hour hand of a clock when the time is 4:20 is. നിങ്ങൾക്ക് ജസ്റ്റ് ഫോർമുല വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആംഗിൾ ട്രേസ് ബൈ ദ അവർ ഹാൻഡ് എന്ന് പറഞ്ഞു 13 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/3 into 30 is equal to 130.
20 മിനിറ്റിലാണെങ്കിൽ 360 by 60 into 20 is equal to 120. Upper required angle will be 10 degree. At 3:40, hour hand and the minute hand of the clock form an angle of 3:40. Now 3:40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just theta is equal to modulus of 30h minus 11 by 2m. 30 into 3, 90 minus 220. 90 minus 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 minus 90 is equal to 130 degree എന്നായിരിക്കും ആൻസർ വരിക. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആംഗിൾ ട്രേസ് ബൈ അവർ ആൻഡ് എന്നുള്ളത് 360, ആംഗിൾ ട്രേസ്ഡ് ഇറ്റ് ഇൻ 11/3 hours എന്ന് പറയുന്നത് 110, ആംഗിൾ ട്രേസ് ബൈ മിനിറ്റ് ആൻഡ് ഇൻ 60 മിനിറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി. അപ്പോൾ 40 മിനിറ്റ് എന്ന് പറയുന്നത് 240 ഡിഗ്രി. റിക്വയർഡ് ആംഗിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രി. ഇനി അടുത്തത് ജസ്റ്റ് ജനറൽ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടൈംസ് ആർ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് റൈറ്റ് ആംഗിൾ ഇൻ എ ഡേ? റൈറ്റ് ആംഗിളിൽ വരുന്നത് ഒരു ദിവസത്തിൽ ഒരു 12 മണിക്കൂറിൽ 22 ടൈമാണ്, 24 മണിക്കൂറിൽ 44 ടൈമാണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഹൗ മെനി ടൈംസ് ഇൻ എ ഡേ ഹാവ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? അതും വരുന്നത് 22 ടൈംസ് ആണ്. How many times in a day hands of the clock are straight? Straight വരുന്നത് ഓപ്പോസിറ്റും വരാം കോയിൻസൈഡും വരാം. അപ്പൊ ടോട്ടലി വരുന്നത് 44 ടൈംസ് ആണ്. അപ്പൊ ഇത്രയാണ് ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വരുന്നത് കാലണ്ടറിലെ ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിറ്റീവ്ലി കാലണ്ടറിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഓഡ് ഡേയുടെ കോൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളൂ. ഇനി സൺഡേ ഓൺ ജാനുവരി 1, 2006 സൺഡേ ആണെങ്കിൽ വാട്ട് വാസ് ദ ഡേ ഓൺ ജാനുവരി 1, 2010 എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അപ്പൊ 2006 ജാനുവരി 1 സൺഡേ ആണെങ്കിൽ 2005 ഡിസംബർ 31 സാറ്റർഡേ ആയിരുന്നു. അപ്പൊ അതിനുശേഷം എത്ര ഓഡ് ഡേ എത്ര ഇത് വരുന്നുണ്ട്? അതായത് 3 ഓർഡിനറി ഇയേഴ്സും ഒരു ലീപ്പ് ഇയറും. അപ്പൊ മൊത്തം 5 ഓഡ് ഡേയ്സ് വരുന്നുണ്ട്. 5 ഓഡ് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ 31 ജാനുവരി 2009 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആയിരിക്കും. അപ്പൊ 1 ജാനുവരി 2010 എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 28th May 2006? 28th May 2006 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2000 വരെയുള്ളത് ഒഴിവാക്കുക, കാരണം അതിനകത്ത് 0 ഓഡ് ഡേയ്സ്. ബാക്കി വരുന്നത് 5 വർഷം കാൽക്കുലേറ്റ് ചെയ്യുക. 5 വർഷത്തില് ഒരു ലീപ്പ് ഇയറും ബാക്കി 4 ഓർഡിനറി ഇയറും. അപ്പൊ 4 + 2 6 ഓഡ് ഡേയ്സ് വരും. 6 ഓഡ് ഡേയ്സ് പ്ലസ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ. ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരിയിൽ 28 ദിവസം, മാർച്ചിൽ 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 28. മെയ്യിൽ നമ്മൾ 28 വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് 28 ദിവസം. സോ 148 ഡേയ്സ്. 148 ആകുമ്പോൾ 1 ഓഡ് ഡേ ആ വരിക. അത് പ്ലസ് ഈ 6 ഓഡ് ഡേയ്സ് ആഡ് ചെയ്യാൻ മറക്കരുത്. മൊത്തം 7 ഓഡ് ഡേ, ദാറ്റ് ഈസ് 0 ഓഡ് ഡേ. അപ്പൊ തന്ന ദിവസവും ഈ ദിവസവും സൺഡേ തന്നെ ആയിരിക്കും. What was the day of the week on 17th June 1998? അപ്പൊ 17th June 1998 എന്ന് പറഞ്ഞാൽ 1996 പ്ലസ് പീരീഡ് ഫ്രം 1/1/1998 to 17/6/1998. അപ്പൊ 1600 വരെയുള്ളതില് 0 ഓഡ് ഡേയ്സ്, ബാക്കി 300-ല് ഒരു ഓഡ് ഡേ, ബാക്കി 97 ഇയേഴ്സ് 24 ലീപ്പ് ഇയേഴ്സും 73 ഓർഡിനറി ഇയേഴ്സും. അപ്പൊ 24 × 2 + 73 121 2 ഓഡ് ഡേയ്സ്. അപ്പൊ
എന്തായി? ഇവിടുത്തെ ഒരു ഓഡ് ഡേ, ഇവിടുത്തെ 2 ഓഡ് ഡേ. ഇനി ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, മാർച്ചിൽ 30. ഈ ഫെബ്രുവരി മാത്രമേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കൺസിഡർ ചെയ്യുന്ന ഇയർ ലീപ്പാണോ അല്ലയോ. അപ്പൊ ഇവിടെ ഇപ്പൊ ലീപ്പ് അല്ല, അപ്പൊ 28. ഏപ്രിൽ 30, മെയ് 31, ജൂണിൽ ഇവിടെ 17 വരെ വേണ്ടു 168. 168 ആവുമ്പോൾ 24 വീക്സ് കറക്റ്റ് ആണ്, 0 ഓഡ് ഡേ. അപ്പൊ ഈ 1 + 2 3 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് ഇത് വെനസ്ഡേ ആയിരിക്കും. What will be the day of the week of 15th August 2010? എന്ന് പറഞ്ഞാൽ 2000 വരെയുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി 9 ഇയേഴ്സ്. 9 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ലീപ്പ് ഇയറും 7 ഓർഡിനറി ഇയറും. അപ്പൊ 4 + 7 11 ഓഡ് ഡേയ്സ്, അതായത് 4 ഓഡ് ഡേയ്സ്. ഇനി ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 15 വരെ 227 ഡേയ്സ്. അപ്പോ 32 വീക്സും 3 ഡേയ്സും, 3 ഓഡ് ഡേയ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 3 = 7 odd days. So given day is Sunday. Today is Monday. After 61 days it will be. After 56 days എന്താവുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5 ആഡ് ചെയ്യുക. കാരണം ആഫ്റ്റർ 56 മൺഡേ തന്നെ ആയിരിക്കും. എന്നിട്ട് 5 ആഡ് ചെയ്താലും സാറ്റർഡേ കിട്ടും. അല്ലെങ്കിൽ ഈസി ആയിട്ട് 63 കഴിയുമ്പോൾ അത് മൺഡേ ആവും. അപ്പൊ അതിന് 2 കുറച്ചാലും സാറ്റർഡേ കിട്ടും. If 6th March 2005 is Monday, what was the day of week on 6th March 2004? Year 2004 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. അപ്പൊ അതിന് 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. February 2004 is not included because we are calculating from March 2004 to March 2005. അപ്പൊ അതിന് ഒരു ഓഡ് ഡേ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ലീപ്പ് ഇയർ ആണെന്ന് കണ്ട ഉടനെ 2 എടുത്ത് ഇടണ്ട. ഫെബ്രുവരി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഡേ ഓൺ 6th March എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ബിയോണ്ട് 6th March 2004 ആയിരിക്കും. കാരണം ഒരു ഓഡ് ഡേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മൺഡേ ആവുമ്പോൾ ഇത് അതിന് മുന്നത്തത് വന്നിട്ട് സൺഡേ ആയിരിക്കും. മൺഡേന് തൊട്ട് മുന്നത്തെ സൺഡേ ആയിരിക്കും. How many days are there in X weeks, X days? X weeksൽ 7 days ഉണ്ടാവും. X days എന്ന് പറയുമ്പോൾ 7x + x 8x days ഉണ്ടാവും. The last day of a century cannot be. ഇത് ഒരു ഇമ്പോർട്ടന്റ്, കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ രീതിക്ക് തന്നെ പഠിച്ചു വെച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. 100 years contains 55 odd days. അപ്പൊ ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും. കാരണം 5 ഓഡ് ഡേയ്സ് ഉള്ളതുകൊണ്ട്. അപ്പൊ 200 ആവുമ്പോൾ 3 ഓഡ് ഡേയ്സ് ഉള്ളതുകൊണ്ട് വെനസ്ഡേ ആയിരിക്കും. 300 ഒരു ഓഡ് ഡേ ഉള്ളതുകൊണ്ട് മൺഡേ ആയിരിക്കും. 400 0 ഓഡ് ഡേ ആയത് കാരണം സൺഡേ ആയിരിക്കും. അപ്പൊ സെഞ്ചുറി ഇയേഴ്സ് ഒക്കെ എൻഡ് ചെയ്യുന്നത് എന്തിലാ? ഫ്രൈഡേ, വെനസ്ഡേ, മൺഡേ, സൺഡേയിലായിരിക്കും. അതല്ലാത്ത ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേയിലൊന്നും ലാസ്റ്റ് ഡേ ഓഫ് എ സെഞ്ചുറി ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ അതില് ഉള്ള പോലെ ഓപ്ഷനിൽ ചൂസ് ചെയ്യുക. On 8th February 2005, it was Tuesday. What was the day of the week on 8th February 2004? നമ്മൾ നേരത്തെ ചെയ്ത സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരി ഇൻക്ലൂഡഡ് ആണ്. ഫെബ്രുവരി ലാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പൊ 2 ദിവസം പുറകോട്ട് പോകണം. അപ്പൊ ഇത് ട്യൂസ്ഡേ ആയത് കാരണം 2 ദിവസം പുറകോട്ട് പോയി കഴിഞ്ഞാൽ സൺഡേ ആയിരിക്കും. ഇനി which of the following is not a leap year? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം 4 വെച്ച് ഡിവിസിബിൾ ആവണം. സെഞ്ചുറി ഇയേഴ്സ് ആണെങ്കിൽ 4 വെച്ച് മാത്രം ഡിവിസിബിൾ ആയ പോലെ 400 വെച്ച് ഡിവിസിബിൾ ആവണം. ഓപ്ഷനിൽ 400 വെച്ച് ഡിവിസിബിൾ അല്ലാത്ത ഒരേ ഒന്നേ ഉള്ളൂ, അത് 700 ആണ്. സോ 700 ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അപ്പം എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
കമന്റിൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. ഏതെങ്കിലും ക്ലോക്കിലോ കാലണ്ടറിന്റെ പോർഷനിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ തിയറിയിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.